കേരള നിർമ്മിതി കേന്ദ്രം നൂതന സാങ്കേതിക വിദ്യകൾ ഉറപ്പാക്കുന്നതിനെ കേരള നിർമ്മിതി കേന്ദ്രത്തിന് നേരെയുള്ള പ്രവർത്തനം ഉയർത്തിക്കൊണ്ട് നിർമ്മാണ മേഖലയിൽ അത്യാധുനിക ടെക്നോളജി ഹബ്ബായി വികസിപ്പിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. നിർമ്മിതി കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി 13.25 കോടി രൂപ വകയിരുത്തുന്നു. ഗൃഹശ്രീ ഭവന പദ്ധതിക്കായിട്ട് 24 കോടി രൂപ വകയിരുത്തുന്നു. തൊഴിലും തൊഴിലാളി ക്ഷേമവും കേന്ദ്ര സർക്കാർ 4 പുതിയ ലേബർ കോഡുകൾ നടപ്പിലാക്കിയ സാഹചര്യത്തിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുന്നതിനും തൊഴിലാളി ക്ഷേമം ഉറപ്പാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത സംസ്ഥാന സർക്കാരിനുണ്ട്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുന്നതിനായി ഒരു ദേശീയ തൊഴിൽ കോൺക്ലേവ് സംഘടിപ്പിക്കുകയും ചെയ്തു. തൊഴിലാളി ക്ഷേമ മേഖലകൾക്കായി 950.85 കോടി രൂപ വകയിരുത്തുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് പദ്ധതി വിഹിതത്തിൽ 456.45 കോടി രൂപയുടെ 84.83% വർധനമാണ് വരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലും എറണാകുളത്ത് ഇൻഫോ പാർക്കിലും ജോലി ചെയ്യുന്ന വനിതകൾക്ക് സുരക്ഷിതത്വവും നിലവാരവുമുള്ള താമസ സൗകര്യം ലഭ്യമാക്കുന്നതിന് കേരള സർക്കാരിൻ്റെ പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു. ITR പാർക്കുകൾ നൽകുന്ന സ്ഥലത്ത് IT ജീവനക്കാർക്കുള്ള ഹോസ്റ്റൽ നിർമ്മിക്കുന്നു. പ്രാഥമികമായിട്ട് ആദ്യഘട്ടമായി ഇതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. പരമ്പരാഗത മേഖലയായ ബീഡി, ഖാദി, മുള, ചൂരൽ, മത്സ്യബന്ധനവും സംസ്കരണവും, കശുവണ്ടി, കയർ, തഴപ്പായ, കരകൗശല നിർമ്മാണം തുടങ്ങിയ തൊഴിൽ ചെയ്യുന്ന മേഖലകളിലെ തൊഴിലാളികൾക്ക് 1250 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്നതിനുള്ള പദ്ധതിക്ക് 107 കോടി രൂപ വകയിരുത്തുന്നു. തൊഴിലിനായി കേരളത്തിലെത്തുന്ന അന്തർ സംസ്ഥാന തൊഴിലാളികളുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. ഈ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് 5.75 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തിൻ്റെ നൈപുണ്യ വികസന മിഷനായ കേസിനെയാണ് വിവിധ നൈപുണ്യ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധ നൈപുണ്യ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് കേസിന് 36 കോടി രൂപ വകയിരുത്തുന്നു. ITകളിലെ പരിശീലനത്തിൻ്റെ ഗുണനിലവാരവും അക്കാഡമികവും ഉറപ്പാക്കുന്നതിന് പുതിയ ITകൾ സ്ഥാപിക്കുന്നതിനുൾപ്പെടെ 44.60 കോടി രൂപ വകയിരുത്തുന്നു. ശരണ്യ പദ്ധതിക്കായിട്ട് 17.5 കോടി രൂപ വകയിരുത്തുന്നു. തൊഴിലിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭിന്നശേഷിക്കാർക്കുള്ള കൈവല്യ പദ്ധതിക്ക് 7 കോടി രൂപ വകയിരുത്തുന്നു. പ്രവാസികളുടെ മേഖലയിൽ കേരളത്തിലേക്ക് കൂട്ടമായി വരുന്ന പ്രവാസികളുണ്ട്. നോർക്ക റൂട്ട്സിൽ നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതികളുടെ സ്വയം തൊഴിൽ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി മടങ്ങി വന്ന പ്രവാസികൾക്ക് സുരക്ഷിതമായ ഉപജീവനമാർഗ്ഗം ഉറപ്പാക്കി അവരെ പുനരധിവസിക്കുകയും ചെയ്യുന്നു. ഈ പദ്ധതിക്കായിട്ട് 65 കോടി രൂപ വകയിരുത്തുന്നു. പ്രവാസികളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന് 35 കോടി രൂപ വകയിരുത്തുന്നു. റെസിഡൻറ്റ് കേരളൈറ്റ്സ് വെൽഫെയർ ബോർഡ് പ്രവർത്തനങ്ങൾക്കായിട്ട് 18 കോടി രൂപ വകയിരുത്തുന്നു. നോർക്ക ക്ഷേമ ബോർഡ് വഴി നടപ്പാക്കുന്ന പ്രവാസി ഡിവിഡൻഡ് സ്കീം പദ്ധതിക്ക് 6.5 കോടി രൂപ വകയിരുത്തുന്നു. ലോക കേരള സംഘം സംഘടിപ്പിക്കുന്നതിനും ലോകം കേരളം ഓൺലൈൻ, ലോക കേരള കേന്ദ്രം, ലോക മലയാള കേന്ദ്രം തുടങ്ങിയ അനുബന്ധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനായിട്ട് 7.3 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിൻ്റെ തനത് സംസ്കാരവും പാരമ്പര്യവും അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്ന ലക്ഷ്യം മുൻനിർത്തി ആഗോള കേരള സാംസ്കാരിക ഉത്സവം നടത്തുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. ഭിന്നശേഷി മേഖലയ്ക്കായിട്ട് 209.25 കോടി രൂപ വകയിരുത്തുന്നു. ഇതിനകത്ത് വിവിധ പദ്ധതികളുണ്ട്. അൻപ് വീട് പോലെയുള്ള പുതിയ പദ്ധതികൾ ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികൾക്ക് അവരുടെ പ്രാദേശിക തലത്തിൽ തന്നെ പരിചരണം നടപ്പാക്കുന്നതിനായി ബ്ലോക്ക് തലത്തിൽ കെയർ ഹോമുകൾ സ്ഥാപിക്കുന്നതാണ്. അൻപ് വീട് എന്ന ഈ പുതിയ പദ്ധതി തിരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ സംഘടനകളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും സംയോജിച്ചുകൊണ്ടുള്ള മാതൃകയിലാണ് നടപ്പാക്കുക. കിടപ്പിലായ രോഗികൾ, കഠിനമായ ശാരീരിക വൈദ്യുതി നേടുന്നവർ, വയോധികർ, ക്യാൻസർ രോഗികൾ എന്നിവരെ വീട്ടിൽ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം 600 രൂപയായിരുന്നു നിലവിൽ. ധനസഹായം 600 രൂപയിൽ നിന്നും 1000 രൂപയായി വർദ്ധിപ്പിച്ച നിരക്കിൽ ധനസഹായം നൽകുന്നതിന് ആശ്വാസകിരണം പദ്ധതികളുടെ വിഹിതം 50 കോടി രൂപയിൽ നിന്നും 100 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു.